സോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മൾ ഇന്ന് നൈറ്റ് റൈഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാങ്ങപ്പാറയാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം നൈറ്റ് റൈഡ് തന്നെയാണ്. സോ ഏതോ ഒരു കാട് കയറി നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ശരി, ഈ ചല്ലി കാരണം ഇതാണ് പാട്. കുഴപ്പമില്ല, വിചാരിച്ചതിൻ്റെ അത്ര പാടില്ലേ. ഓക്കെ, എനിക്കിപ്പോൾ ഇത് പാങ്ങപ്പാറയാണ്. കറക്റ്റ് ഏത് സ്ഥലവുമെന്ന് ഓർമ്മയില്ല. റോഡ് വളരെ മോശം. സമയം 11 മണിയാവാറായി. എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക. ഞാൻ ഹസാർഡൊക്കെ എല്ലാം ഓണാക്കിയിട്ടേക്കാണ്. അപ്പം വേറെ ആരും ഇല്ലല്ലോ, അപ്പം അധികം ശല്യം ആവത്തില്ല. ഹസാർഡിൻ്റെ ഒരു റീസൺ എന്താണ് ഞാൻ ഓണാക്കിയിട്ടേക്കെന്ന് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും ഇതുണ്ടല്ലോ വാർണിംഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെത്താനെ ബ്ലിങ്ക് ചെയ്യും. നമ്മൾ ഈ ഹസാർഡ് ലൈറ്റ് കാണുമ്പോഴത്തേക്ക് അവിടെ എന്താണോ നല്ല ടയേർഡാണ് കേട്ടോ. പോയ കാര്യം നടന്നില്ല. ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിൻ്റെ കാര്യത്തിലായിരുന്നു, പക്ഷെ അത് പണിയായി. ഇപ്പോൾ കുഴപ്പമില്ല. ഈ വൃത്തിയിട്ട റോഡും കയറി പോകണം. പക്ഷെ വണ്ടി കൊള്ളാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ചെറുതായിട്ട് വണ്ടി ഹീറ്റായി വരുമ്പോഴത്തേക്കും നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ് അത്ര ഉപകാരമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഈ ഡിമ്മ് തന്നെ ആവശ്യത്തിന് ഉപകാരമുണ്ട്. ബ്രൈറ്റിൻ്റെ ഉപയോഗം ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഇത്തിരി വെളിച്ചം കൂട്ടുന്നതാ. ഇത് കുറച്ചുകൂടെ വെളിച്ചം കൂട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ ദൂരോട്ടൊന്നും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് തറയിൽ തന്നെ ഇങ്ങനെ അമങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ വണ്ടിക്ക് വേണ്ടി മാത്രമാണോ അതോ ഈ ഉള്ള എല്ലാ ബാച്ചിലും ഉണ്ടാകും. ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഡിമ്മാണ് അടിച്ചു വെച്ചായിരുന്നു. ഇത് ബ്രൈറ്റ് അടിക്കുമ്പോൾ ഇത്രേ കാണുന്നത്. ഇത് ദൂരോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് തറയിൽ ഇങ്ങനെ അമങ്ങിയിരിക്കും. സോ ഇതിൻ്റെ ബ്രൈറ്റിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കി തരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ദൂരോട്ടൊന്നും ഇങ്ങനെ കാണിക്കത്തില്ല. ആ മരത്തിൻ്റെ അങ്ങോട്ടോ അതാണ്ടോ ജസ്റ്റ് തറയിൽ തന്നെ ഇങ്ങനെ പറ്റി നിൽക്കുകയാണ്. ഇങ്ങോട്ട് ചരിഞ്ഞ് വരെ ആ മലയിടിയാതിരുന്ന ഭാഗ്യം. ഉടക്കി വെച്ച് ഇടിഞ്ഞായിരുന്നു. ഇന്ന് മോട്ടോ വ്ളോഗ് ചെയ്യാൻ വലിയ എനർജി ഒന്നുമില്ല. ഞാൻ നല്ല ടയേർഡാണ്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. കയ്യിൽ നടുവൊക്കെ വേദനയുണ്ട്. ഇതിൻ്റെ
പാസ്പോർട്ടിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യണം. ഞാൻ കുറേ നാളായിട്ട് പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. വയസ്സ് 26 പാസ്പോർട്ട് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വലിയ എനർജി ഒന്നും ഇല്ല. ഇവിടെ ഫ്ലാറ്റുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഫ്ലാറ്റുകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഉപകാരമല്ലേ ഇതിൻ്റെ പ്രൈസിനകത്ത്. ഞാൻ മിക്കവാറും എക്സ്ട്രാ ലൈറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യേണ്ടി വരും. ഫോഗ് ലാമ്പ് അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഫോഗ് ലാമ്പ് ഇങ്ങനെ വെക്കാൻ പാടില്ല. മിക്കവാറും വെച്ചാൽ പറ്റിയടിക്കുമെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇല്ലീഗലാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. എന്തായാലും ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും പോലീസ് പിടിച്ചാൽ എന്തായാലും പറ്റിയടിച്ചിട്ടേ തരുള്ളൂ. അവരങ്ങനെയാണ്. എന്തായാലും ഫോഗ് ലൈറ്റ് വെക്കണം. ഇവിടെ കുറച്ച് റിസ്ക്കാണ് ഇങ്ങനെ വളയാൻ. ആരും നിർത്തത്തുമില്ല. പിന്നെ എസ്പെഷ്യലി വൈകുന്നേരവും രാവിലെ ആണെങ്കിൽ ബസ്സൊക്കെ നടുക്കൂട്ടുന്നു. ബാക്കിൽ നേരത്തെ ഈ ഹൈ ബീം അടിച്ചോണ്ട് അങ്ങനെ കയറ്റി വിടാം. അല്ലെങ്കിൽ എനിക്ക് ചൊറി പിടിക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ഇടയ്ക്ക്. മറ്റുള്ളവരെ കൂടെ അന്ധരാക്കിയിട്ട് പറഞ്ഞൊരു കാര്യമില്ല. എനിക്കിനിപ്പോൾ ഈ ബാഗ് തൂക്കിയിടാനാണ്. എൻ്റെ ബാക്ക് ഒരുമാതിരി പെയിൻ അടിക്കണം. നല്ല പെയിനുണ്ട്. ഇവിടെയൊന്നും വലിയ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് എസ്പെഷ്യലി അധികം ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്നത്തെയും പോലെ ഈ കുരിശടി വഴിയാണ് വന്നത്. കുരിശടി എത്തിയിട്ടുണ്ട്. കുരിശടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഓക്കെ. മാതാവേ ചിലപ്പോൾ ആൾക്കാർ വല്ല കയറി നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. അവിടെ അന്നൊരു തവണ ഞാൻ ഇതേപോലെ ഇങ്ങനെ വളഞ്ഞു വന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഡോറും തുറന്ന് വെച്ച് അതിൻ്റെ പുറത്ത് കയറി. പുറത്തെന്ന് വെച്ചാൽ റോഡിൻ്റെ അങ്ങോട്ട് കയറി. ആ വളവൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള വളവാണ്. ഒരു രക്ഷയല്ല. ബാക്ക് എന്തോ ഒരുമാതിരി വേനുണ്ട്. ഇനി വെളിയിൽ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വ്ളോഗിങ് അവസാനിപ്പിക്കണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നോക്കാം. ചിലപ്പോൾ വെളിയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അവിടെയൊക്കെ വണ്ടി എടുത്ത് സെറ്റ് ആവണമെങ്കിൽ തന്നെ നല്ല ടൈം എടുക്കും. കാരണം കുറച്ച് നാളിവിടെ കാണും. നാലുമുക്ക് സംഭവം.
എനിക്ക് എന്നാണ്ട് ഈ റോഡൊക്കെ നന്നാവാൻ പാടും. ഒട്ടുമുക്കാൽ റോഡുകൾ നന്നാവുന്നുണ്ട്. പക്ഷെ എൻ്റെ ബാക്ക് പെയിന് രക്ഷയില്ല. ഒട്ടുമുക്കാൽ റോഡിലെ ഹമ്പുകൾ ഈ വണ്ടി അങ്ങ് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ എൻ്റെ ഇരുന്ന ഒരു ഡിയോയുടെ സ്കൂട്ടറാണ്, ഹോണ്ട ഡിയോ. അത് എൻ്റെ അത് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. റോഡിലെ ഓരോ കുഴികളും അറിയാൻ പറ്റും. നട്ടലിലേക്ക് അടിച്ചടിച്ച് കയറും. ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതൊരു 50 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് കിടപ്പിലായിപ്പോൾ സത്യമായിട്ടും. നല്ല പെയിനാണ്. ഇങ്ങനെ ഒരുമാതിരി ഉറക്കം തൂങ്ങി കണക്കെ ആയിപ്പോൾ അനങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ബാക്ക് പെയിൻ അടിക്കും. പക്ഷെ ഈ വണ്ടി അത്രയും വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം. കംഫർട്ടബിൾ ഉണ്ട്. കംഫർട്ടാണ് ഏറ്റവും പ്രധാനം. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ് ആലോചിക്കുക. ലോങ് ട്രിപ്പ് പോകണം, പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. രാത്രിയിലൊക്കെ പോകാൻ ഓട്ടോമാറ്റിക് ലൈറ്റാണ് കേട്ടോ അവിടെ വെച്ചേക്കണം. തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റാണ്. നല്ല രസമാണ്. ശരി, രസം, ഉപകാരമുണ്ട്. റിലയബിൾ ആണോ എന്ന് അറിയത്തില്ല, ബട്ട് ചില റിവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റിലയബിൾ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു മോശം തട്ടിയാൽ ഇങ്ങനെ കപ്തയാണെങ്കിൽ ചെയ്താൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നും. ഏയ് കൊച്ചി ഇപ്പം എന്താണ് കേട്ടോ, ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ മാറി, പക്ഷേ മഴ പോകുന്നില്ല. മഴ കുഴപ്പമില്ല, ബട്ട് എന്തോ മഴക്കാലം പോയിട്ടും കഴിഞ്ഞിട്ടും മഴ ഇപ്പോഴും തുടരുന്നു. എന്താണോ തുടരുന്നത്, അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത് ഈ കേരളത്തിൻ്റെ കാലാവസ്ഥ. ബട്ട് ഇത്രയും പ്രിഡിക്റ്റ് ചെയ്യണം. ഇപ്പോൾ 3-4 മാസമായല്ലോ. ഈ റോഡ് ഇങ്ങനെ അടങ്ങണമെന്നാണ് ഇല്ലായിരുന്നെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് പോയത്. മഴയത്ത് ഈ റോഡൊന്നും കുഴികളൊന്നും കാണാനേ പറ്റില്ല. റോഡ് നന്നാക്കിയ മഴയൊക്കെ സെറ്റാണ്. എസ്പെഷ്യലി കാറിലിരുന്ന് പോകും, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. അത് എൻജോയ് ചെയ്ത് പോവാം, എൻജോയ് ചെയ്ത്. ഓക്കെ, അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു.